മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾക്ക് നേരെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് നേരെ പല രീതിയിലുള്ള വെല്ലുവിളികൾ, അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ കേരളവും ഒപ്പം തന്നെ ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന മുനമ്പം വിഷയം, ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തലശ്ശേരി അതിരൂപതയിലെ ആ ഒരു ചെമ്പന്തൊട്ടി മേഖലയിലുണ്ടായ നിസ്കാര വിവാദം, ഒപ്പം തന്നെ വിശുദ്ധ ഊറാറയെ അപമാനിച്ച ആ ഒരു സംഭവം, അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 80-20 മുതൽ വിഴിഞ്ഞം സമരം മുതൽ പാലാ പിതാവിനെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ മുതൽ നിരവധി സംഭവങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അധിനിവേശങ്ങൾ ഈ കാലയളവിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എണ്ണിയാൽ തീരാത്ത അത്ര രീതിയിലുള്ള നിരവധി അതിക്രമങ്ങൾ, അധിനിവേശ ശ്രമങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾക്ക് നേരെ, ക്രൈസ്തവ സമുദായത്തിന് നേരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ പല വിഷയങ്ങൾ പല രീതിയിൽ ഈ മറുപടി എന്ന പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്താണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ 2 വിഷയങ്ങളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഭാരതം മുഴുവൻ, കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുനമ്പം വിഷയം. നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ ഈ വഖഫ് അധിനിവേശം ഉയർത്തുന്ന ആ മുനമ്പം പ്രദേശത്ത് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉന്നതാധികാര സമിതിയുടെ ഒരു യോഗം അവസാനിച്ചിരിക്കുന്നു. ചില തീരുമാനങ്ങൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോഴും ആ തീരുമാനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങുന്നില്ല. എന്റെ ആദ്യത്തെ ഒരു ചോദ്യം, ഈ വഖഫ് വിഷയം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ വഖഫ് വിഷയം ഒരു സമവായ ശ്രമങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണോ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? ഫാദർ ടോം ഒലിക്കരോട്ട്. ജോർജി, വഖഫ് വിഷയത്തിൽ നാം ഇതുവരെ നടത്തിയ പഠനങ്ങളിലും ചർച്ചകളിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വഖഫ് നിയമം ഇന്ത്യൻ പാർലമെന്റിന്റെ ആത്യന്തികമായ പരമാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിന് മതസംഘടനകൾക്കോ സാമുദായിക സംഘടനകൾക്കോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ അവർ ഏർപ്പെടുത്തുന്ന കമ്മീഷനുകൾക്കോ ഒന്നും വഖഫ് നിയമത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് അതിന്റെ ആഘാതത്തിന് ഇരകളായിരിക്കുന്ന മനുഷ്യർക്ക് ഒരു സംരക്ഷണവും നടത്താൻ പറ്റില്ല. ഇനി സംസ്ഥാന സർക്കാരിന് പരമാവധി എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാവുന്നത്? വഖഫ് ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്യാം. എന്നാൽ അങ്ങനെ ഒരു റിക്വസ്റ്റിന് സംസ്ഥാന ഭരണകൂടം താണുവണങ്ങി ഒരു മത സംവിധാനത്തിന്റെ മുമ്പിൽ, കാര്യനിർവഹണ സമിതിയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഈ ജനാധിപത്യ ഭാരതത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് എത്രയോ അപമാനകരമായ ഒരു കാര്യമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ മുനമ്പത്തെ ജനതയെ മാത്രമല്ല, ഭാരതത്തിലുടനീളം വഖഫിന്റെ അധിനിവേശങ്ങൾക്ക് ഇരയായി കഴിയുന്ന മനുഷ്യരെ വളരെ സമർത്ഥമായി പറ്റിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ദിവസങ്ങളിൽ. ഇന്ന് നമ്മൾ നടന്ന ചർച്ചയിൽ ഒരു ഉന്നതാധികാര സമിതിയെ നിയമിക്കാം, വിഷയം പഠിക്കാം എന്നൊക്കെ പറയുന്നു. പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ വിഷയത്തിൽ ജോർജി, യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണകൂടത്തിന്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനമ്പത്തെ മനുഷ്യരെ കുറിച്ചോ വഖഫിന്റെ ഇതേ തരത്തിലുള്ള അധിനിവേശങ്ങൾക്ക് ഇരയായിട്ടുള്ള കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, തളിപ്പറമ്പിലും വയനാട്ടിലും അങ്ങനെ അനവധി സ്ഥലങ്ങളിലുള്ള മനുഷ്യരോട് പക്ഷം ചേരാനുള്ള ഒരു ധാർമ്മിക ബോധമുണ്ടായിരുന്നെങ്കിൽ, ഈ കിടപ്പാടം നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വേദനയെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ, ആദ്യം അവർ ചെയ്യേണ്ടിയിരുന്നത് നിയമസഭയിൽ ഇവർ 140 പേരും ഒന്നിച്ചു ചേർന്ന് പാസാക്കിയ ഇതിൽ ഈ വഖഫ് നിയമത്തിന് എന്തെങ്കിലും ഒരു അതിന്റെ ആഘാതത്തിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നിയമ ഭേദഗതിയാണ്. ഇരുട്ടിന്റെ മറവിൽ അധികാരത്തിന്റെ തണലിൽ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഇന്ത്യയിലെ ഇതര മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ കിരാത നിയമത്തിന് ഒരു പൊളിച്ചെഴുത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം. ആ പൊളിച്ചെഴുത്ത് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കിയ
കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ ഭരണകൂടത്തിനോ കോൺഗ്രസിനോ മറ്റാർക്കാണ് ഇവിടെ സത്യസന്ധമായിട്ട് ഈ വഖഫ് നിയമത്തിന് ഭീഷണിയിൽ നിന്ന് ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നത്? അപ്പോൾ ഇവർ നടത്തുന്നത് ഇരയോടൊപ്പം ഓടുകയും വേട്ടനായോടൊപ്പം കുതിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നീതിയാണ് നടപ്പിലാക്കുന്നത്. മുനമ്പത്ത് വന്ന് കരഞ്ഞു കാണിക്കുകയും നിയമസഭയിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ വഴിയാധാരമാക്കുന്നതിന് അനുകൂലമായ ഒരു നിയമത്തിന് പിന്തുണ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ വഖഫ് നിയമം ഭേദഗതിക്ക് കേന്ദ്ര ഗവൺമെന്റ് തുനിയുന്നതിനെ എതിർത്തുകൊണ്ടുള്ള പ്രമേയം 140 പേരും ചേർന്ന് പാസാക്കുകയും ചെയ്യുന്ന വിചിത്ര നയം കണ്ട് നമ്മൾ അമ്പരന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാണിക്കുന്നത് മുനമ്പത്തെ ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള, അവരെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള രാഷ്ട്രീയക്കാരന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ മനുഷ്യർക്കുണ്ട്. മുനമ്പത്ത് കഴിഞ്ഞ നീണ്ട ദിവസങ്ങളായി സമരത്തിലിരിക്കുന്ന ആളുകൾക്കുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവരേത് കമ്മീഷനെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ? ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുമെന്നാണ് പറയുന്നത്. അത് 3 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ കമ്മീഷൻ പഠിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമുണ്ട് വെച്ചാൽ, അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് വരെ നടപടികൾ നിർത്തിവെക്കും. ഇനി ആ റിപ്പോർട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതവിടെ ഒരു അനിശ്ചിതാവസ്ഥയിൽ അവിടെ നിൽക്കുവാണ്. അതെ ജോർജി, നടപടികൾ നിർത്തിവെക്കാമെന്നും ഇവർക്ക് പറ്റുമോ? വഖഫ് ബോർഡിനോട് അപേക്ഷിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലെ? വഖഫ് ബോർഡിനോട് നടപടികളിലേക്കൊന്നും പോകരുതെന്ന് അപേക്ഷിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രതിസന്ധി ഇതാണ് ജോർജി. അത് ഒരു മതസംവിധാനത്തിന്റെ മുമ്പിൽ ഒരു ഭരണകൂടം തലകുനിച്ച് കെഞ്ചി നിൽക്കേണ്ടി വരുന്നു. ഞാൻ പറയും, അത് ക്രൈസ്തവരുടെ മുമ്പിലാണെങ്കിലും ഹൈന്ദവരുടെ മുമ്പിലാണെങ്കിലും ഇസ്ലാമിന്റെ മുമ്പിലാണെങ്കിലും അങ്ങനെ ഒരു മതസംവിധാനത്തിന്റെ മുമ്പിൽ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണകൂടം തലകുനിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് ഈ ജനാധിപത്യത്തിന്റെ ആത്യന്തികമായ തകർച്ചയും പൗരസമൂഹത്തിന്റെ ഗതികേടുമല്ലേ? ഈ ഗതികേടിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ഒരു നിയമത്തിന്റെ പൊളിച്ചെഴുത്താണ് വഖഫ് വിഷയത്തിൽ ജോർജി ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. മറ്റൊക്കെയും ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാനും കണ്ണിൽ പൊടിയിടാനുമുള്ള രാഷ്ട്രീയ കൗടില്യമാണ്, തന്ത്രമാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ആശം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇന്ന് ഈ ഉന്നതാധികാര സമിതിയുടെ യോഗത്തിന് ശേഷം മന്ത്രി പി രാജീവ്, മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ മന്ത്രി അബ്ദുറഹ്മാൻ, ഇവർ 3 പേരും നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വളരെ ശ്രദ്ധിക്കേണ്ട, ഞെട്ടലോടെ കേൾക്കേണ്ട ഒരു വാക്കുണ്ട് മന്ത്രി പി രാജീവിന്റെ. ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ. അദ്ദേഹം അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയാൻ അദ്ദേഹം നടത്തിയ അഭ്യർത്ഥന ഇതാണ്: ഈ വഖഫിന്റെ നോട്ടീസ് ലഭിച്ച 12 കുടുംബങ്ങൾക്ക് നേരെയുള്ള നടപടികൾ നിർത്തിവെക്കണം, ഇനി ആർക്കും പുതിയൊരു നോട്ടീസ് കൊടുക്കരുതേ എന്ന് ഒരു ഭരണകൂടം വഖഫ് ബോർഡിന് മുന്നിൽ അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു. അതാണ് ഈ ദയനീയ അവസ്ഥയാണ് ഇന്ത്യയിലെ പൗരന്റെ ഗതികേടെന്ന് പറയുന്നത്. കേരളത്തിലെ പൗരന്റെ ഗതികേടെന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഈ മന്ത്രിമാർക്കോ ഭരണകൂടത്തിനോ MLA-മാർക്കോ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായി. ഈ മനുഷ്യരുടെ ഒപ്പമാണ്, മുനമ്പത്ത് മാത്രമല്ല കേരളത്തിലുടനീളം വഖഫിന്റെ അധിനിവേശത്തിനിരയായ പാവപ്പെട്ട മനുഷ്യരുടെ ഒപ്പമാണ് നമ്മുടെ ഭരണകൂടമെങ്കിൽ, രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിൽ, നിയമസഭാ സാമാജികരെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവർ 140 പേരും ചേർന്ന് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പിൻവലിക്കാനുള്ള സത്യസന്ധത കാണിക്കുക എന്നുള്ളതാണ്. ജോർജ്, ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാർക്ക് നീതിബോധമുണ്ടെങ്കിൽ, നേരുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത്. ഓക്കെ, അത് വ്യക്തമാണ് അച്ഛാ. നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കുറെ നാളുകളായിട്ട് ക്രൈസ്തവ സമൂഹം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നുണ്ട്. അതായത് അത് ക്രൈസ്തവ സമുദായമല്ലേ, അവർ കുറച്ചു നേരം ഈ വിഷയങ്ങൾ കുറച്ച് ഒച്ചയും ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് സമരം ചെയ്യും, പിന്നെ അത് മറക്കും, അല്ലെങ്കിൽ ആ ഒരു വികാരത്തെ അങ്ങനെ അടിച്ചമർത്താം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടാം. നമ്മൾ പല വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, ഈ 80-20 മുതൽ അങ്ങനെ പല വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം, ക്രൈസ്തവ സമുദായത്തിന്റെ വികാരത്തിന് നേരെ ആ ഒരു മനോഭാവം ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സൂക്ഷ്മമായി പരിശോധിച്ചു കഴിയുമ്പോൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപജയം സംഭവിക്കുന്നത്? ജോർജി പറഞ്ഞത് വളരെ വ്യക്തമാണ്. നമ്മൾ ഏതൊരു വിഷയത്തിൽ വന്നാലും അതിന് ഏറ്റവും നമ്മുടെ അടുത്തുള്ള ഉദാഹരണം എന്താണ് ജോർജി? കോശി കമ്മീഷൻ എന്ന് പറയുന്നതാണ്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെയോ മറ്റ് ഇതര സമുദായങ്ങളുടെയൊക്കെ പിന്നോക്കാവസ്ഥകൾ പഠിക്കാനും പരിഹരിക്കാനും ഒക്കെ നിയോഗിക്കപ്പെട്ട കമ്മീഷനുകൾ അത് പൂർത്തിയാക്കാൻ എടുത്ത സമയവും അത് നടപ്പിലാക്കാൻ എടുത്ത ഗവൺമെന്റുകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ധൃതിയും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്
കോശി കമ്മീഷൻ ഇപ്പോഴും പെട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷം എത്രയായി പൂർത്തിയായിട്ട്? അതിനെക്കുറിച്ച് ആർക്കും പറയാനില്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തെ, അതിന്റെ പ്രശ്നങ്ങളെ ഇവിടെ പരിഹരിക്കണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ല. അവർ നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും ഇവിടുത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെ കൃത്യമായി ക്രൈസ്തവ സമുദായത്തെ പഠിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഭൂമിയിൽ നമ്മൾ അപ്രസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ ക്രൈസ്തവ സമുദായം അപ്രസക്തമായി തുടങ്ങിയിരിക്കുന്നുവെന്ന് കൃത്യമായി അറിയാവുന്ന രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയിൽ നിന്നാണ് ക്രൈസ്തവരെ തന്ത്രപൂർവ്വം മാറ്റി നിർത്തുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന, സൗകര്യപൂർവ്വം അവഗണിക്കുന്ന ഈ ഇരട്ട രാഷ്ട്രീയ നയം രൂപപ്പെടുന്നത്. നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞാൽ ഓരോ പ്രതിസന്ധികൾ ആവർത്തിച്ചു വരുമ്പോൾ നമ്മൾ എന്താണ് ജോർജ് ചെയ്യുന്നത്? നമ്മൾക്ക് ഈ മുനമ്പം വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, മുനമ്പം വിഷയത്തെ വളരെ തന്ത്രപൂർവ്വം ഇവിടെ ഒരു ഡൈവേർഷന് ശ്രമിച്ചിട്ടുണ്ട്. അത് ജോർജിക്ക് മനസ്സിലാകും. എന്തെന്ന് ചോദിച്ചാൽ, ഇതിനെ ഒരു വർഗീയ വിഷയമായി അവതരിപ്പിക്കാൻ വളരെ കൃത്യമായി, നമ്മളിത് ചർച്ച ചെയ്ത വിഷയമാണ്. മന്ത്രി അബ്ദുറഹിമാന്റെ പ്രസ്താവന തുടങ്ങി നിരവധി ആളുകൾ ഇവിടെ ഇതൊരു വർഗീയ വിഷയം, ക്രൈസ്തവരും മുസ്ലിം സമുദായം തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വല്ലാണ്ട് പണിയെടുക്കുന്നുണ്ട്. മുനമ്പത്ത് ജോർജി ക്രൈസ്തവ കുടുംബങ്ങൾക്കൊപ്പം നിർണായകമായ രീതിയിൽ ഹൈന്ദവരായിട്ടുള്ള മനുഷ്യർ അവിടെ ഉണ്ട്. അവിടെ കുറച്ച് മുസ്ലിം വീടുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയോട് മുസ്ലിം ലീഗ് മാത്രം ചർച്ച നടത്തി പരിഹരിക്കേണ്ട വിഷയമാണോ ഇത്? അവിടെയുള്ള ഹൈന്ദവരായിട്ടുള്ള നേതാക്കന്മാരും അവിടെയുള്ള ഒരു പൊതുസമൂഹത്തോട് അല്ലെ ഭരണകൂടം ചർച്ച ചെയ്യേണ്ടത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ മതസംഘടനയ്ക്കോ ഈ വഖഫ് വിഷയത്തിൽ എന്ത് പരിഹാരമാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഒരു പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്നില്ല. മറിച്ച് ഈ ചർച്ച നടത്തുമ്പോൾ എന്താണ്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ലത്തീൻ കത്തോലിക്ക സമിതിയുടെ മെത്രാന്മാരും തമ്മിൽ ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഇതൊരു വർഗീയ വിഷയമായിട്ട് മാറ്റാനുള്ള ശ്രമമല്ലേ അതിൽ തന്നെ? ആ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ്, മതങ്ങൾ തമ്മിൽ കൈകൊടുത്ത് പിരിഞ്ഞാൽ പ്രശ്നം മാറുമെന്നുള്ള മിഥ്യാധാരണ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ജോർജി. ഇവിടെ എവിടെയാണ് മതങ്ങൾ തമ്മിലുള്ള വിഷയമായിട്ട് ഇത് മാറുന്നത്? ഇത് മുനമ്പത്തെ മനുഷ്യരുടെ വിഷയമാണ്. അതിൽ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവിടെ ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ആ ചർച്ച എങ്ങനെയാണ് നടക്കേണ്ടത്? ഈ ചർച്ചകൾ നടത്തുന്ന ഏത് ആളുകൾക്കാണ് ഈ വഖഫ് നിയമത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ പറ്റുന്നത്? പൊതുസമൂഹം ഒന്നിച്ചാവശ്യപ്പെടേണ്ടത് കേരളത്തിലെ നിയമസഭാ സാമാജികരോട് നിങ്ങൾ പാസാക്കിയ ആ വിചിത്രമായ പ്രമേയത്തെ പിൻവലിക്കുക എന്നുള്ളതാണ് ഈ സംഘടനകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആവശ്യപ്പെടേണ്ടത്. അതിന് ക്രൈസ്തവരും മുസ്ലിം സംഘടനകളും തമ്മിൽ ചർച്ച നടത്താൻ ഇത് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള വർഗീയ പ്രശ്നമല്ല ജോ. അപ്പോൾ ഇതാണ് വളരെ തന്ത്രപൂർവ്വം ഈ ഒരു വിഷയത്തിന്റെ സകല മെറിറ്റും, ധാർമ്മിക സമരത്തിന്റെ സകല മെറിറ്റും നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒരു തികഞ്ഞ വക്രബുദ്ധി പ്രയോഗിക്കപ്പെടുകയാണ് അവിടെ. മുനമ്പത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ എന്ത് വിഷയമാണുള്ളത്? നമ്മൾ അവരുടെ ഏത് വിഷയങ്ങളിലാണ് മുസ്ലിം സമുദായത്തെ അപമാനിക്കാനോ അവർക്ക് ബോധപൂർവം ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഏത് ക്രൈസ്തവ സഭയാണ്, സമൂഹമാണ്, നേതാക്കന്മാരാണ് ഇറങ്ങിയിട്ടുള്ളത്? അത് വളരെ വ്യക്തമാണ്. അത് പല സമരങ്ങളിലും പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായ നേതാക്കൾ മുന്നിട്ടിറങ്ങി നടത്തുന്ന പല സമരങ്ങൾക്കും അത് പൊതുസമൂഹത്തെ, അത് ഭൂരിഭാഗം വിഷയങ്ങൾ അത് ക്രൈസ്തവരെ മാത്രമല്ല പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ. നമുക്ക് അച്ഛൻ പറഞ്ഞ പോലെ ഈ വിഴിഞ്ഞത്തും അല്ലെങ്കിൽ മുനമ്പത്തും മലയോര മേഖലയിലും ഒക്കെ ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങളെ വർഗീയവൽക്കരിച്ച് അതിന്റെ ഒരു മെറിറ്റ് ഇല്ലാതാക്കി അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന അതിനെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് വളരെ കറക്റ്റാണ്. വിഴിഞ്ഞത്തെ സമരവും മലയോര കർഷകന്റെ ഈ പറയുന്ന ബഫർ സോണിനെതിരായിട്ടുള്ള സമരം തൊട്ട് സകല സമരങ്ങളെ, അതായത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ അതിജീവനത്തിന്റെ പോരാട്ടങ്ങളെയൊക്കെ വർഗീയ ചാപ്പകുത്തി അതിന്റെ സകല നന്മയും നശിപ്പിച്ചു കളയാൻ, അതിന്റെ മുനയൊടിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായി നാളുകളായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, ഈ മൂവാറ്റുപുഴ കോളേജിലെയും ഒപ്പം തന്നെ ഈ പൈങ്ങോട്ടൂർ സ്കൂളിൽ നടന്ന നിസ്കാര സമര വിവാദം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ചെമ്മന്തൊട്ടി ആ ഒരു മേഖലയിൽ നിസ്കാര ആവശ്യവുമായി പള്ളിയിലും കോൺവെന്റിലും ഒരു കൂട്ടർ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം അതിഭയാനകമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഊറാറ അത് ടോയ്ലറ്റിൽ നിക്ഷേപിച്ച് അതിനെ അവഹേളിക്കുന്ന ഒരു സംഭവം. ആ ഒരു സംഭവത്തിൽ അത് വിശുദ്ധ ഊറാറ എന്ന് പറയുന്നത് ആ ഒരു കുമ്പസാരം എന്ന കുദാശ അല്ലെങ്കിൽ ആ ഒരു തിരുവസ്ത്രത്തെ അല്ലെങ്കിൽ ഒരു പൗരോഹിത്യത്തെ തന്നെ ഒരു അപമാനിക്കുന്ന രീതിയിലാണ് ആ വിശുദ്ധ ഊറാറയെ ആ ടോയ്ലറ്റിൽ സാമൂഹ്യ ദ്രോഹികൾ നിക്ഷേപിച്ചത്. ആ ഒരു വിഷയത്തിൽ ഇതുവരെ കുറ്റക്കാരെ കണ്ടെത്തുവാനുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള നടപടികളോ ഒന്നും നടന്നതായിട്ട് നമ്മുടെ അറിവിൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നത്? ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ്, അതായത് എന്ത് ചെയ്താൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പോയിന്റ് തന്നെയാണ്, എന്ത് ചെയ്താലും അത് തിരുവസ്ത്രത്തെ അപമാനിച്ചാലും ഇനി വൈദികനെ തന്നെ അപമാനിച്ചാലും ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പ്രതികരണം ഒരു ലെവൽ വിട്ട് പോകില്ല എന്നൊരു മിഥ്യാധാരണ ചിലർക്കുണ്ടോ? ജോർജി, അത് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അത് അസാധാരണമാവിധം അസഹിഷ്ണുത നിറഞ്ഞതായിട്ട് മാറുകയാണ്. അതായത് നമ്മുടെയൊക്കെ വളർന്നു വന്ന കേരളത്തിന്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിന്റെയും ആരാധനാലയങ്ങളെ, അവരുടെ വിശുദ്ധ സങ്കല്പങ്ങളെ അങ്ങേറ്റം ആദരവോടെ മാനിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ജോർജ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ കുറെ സീരിയസ് ആയ വിഷയങ്ങൾ, പുൽക്കൂട് കൊണ്ട് തിരുസ്വരൂപം എടുത്തുകൊണ്ട് ആറ്റിക്കളയുന്നു, ബൈബിൾ കത്തിക്കുന്നു, ഒരാവശ്യവുമില്ലാതെ ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി നിസ്കാരത്തിന് അനുവാദം ചോദിക്കുന്നു, അല്ലെങ്കിൽ പള്ളി പരിസരങ്ങളിൽ അപകടകരമായി വാഹനം ഓടിച്ച് അതിന്റെ ആ സ്വച്ഛതയ്ക്ക് തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രകോപന പരമ്പരയുടെ ഒടുവിലെത്തേതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. അതിൽ നമുക്ക് ഏറ്റവും അടുത്ത അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം എന്ന് പറയാവുന്നതാണ് ചെമ്പന്തൊട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അത്ഭുതകരമായ ഒരു കാര്യം, എനിക്ക് വളരെ പരിചയമുള്ള പ്രദേശമാണ്. പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നു, 100 മീറ്റർ ഇല്ല, മോസ്ക് 1 or 2 ഉണ്ട് ഈ പറയുന്ന പ്രദേശത്ത്. എന്തുകൊണ്ടാണ്? നമുക്ക് ചിന്തിച്ചു നോക്കൂ, നമുക്ക് നമ്മുടെ ആരാധനാലയം ഉള്ളപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ഞങ്ങളൊരു കുർബാന ചെല്ലാൻ അനുവാദം തരുമോ എന്ന് ഏത് മോസ്കിൽ ചെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബോധപൂർവകമായ ഒരു പ്രകോപനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ ചോദിക്കുന്ന അത് തന്നെയാണ് നമ്മുടെ വിഷയം, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമായ വിഷയം എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാം, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എനിക്കോ ജോർജിക്കോ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ നമ്മൾ യാത്ര പോകുന്നു, കുർബാന ചെല്ലാൻ പള്ളി കാണുന്നില്ല, ഉടനെ എന്നാൽ മോസ്കിൽ കയറി കുർബാന ചെല്ലിക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കാൻ നമുക്ക് പറ്റും? ഈ വിഷയം എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹം ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നു? ഇത് നിരന്തരം ഇനിയും കൂടുകയുള്ളൂ. ജോർജി, എന്റെ ചോദ്യം, ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടല്ലോ, ക്രൈസ്തവരുടെ രീതി എന്ന് പറയുന്നത് പ്രകോപനത്തിനും അല്ലെങ്കിൽ അക്രമത്തിനും പോകാന്നുള്ളതല്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ നിയമം ഒരു മതസമൂഹം എന്ന നിലയിൽ നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ പൗര അവകാശങ്ങൾക്കും എവിടെങ്കിലും അത് ഭീഷണി നേരിടുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമം തരുന്ന ആ സകല അവകാശങ്ങളും എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? നിരന്തരം പ്രകോപനം നടക്കുമ്പോൾ ഈ വിഷയത്തിൽ മെഴുതിരി പ്രദക്ഷിണം നടക്കുന്നതിനപ്പുറം ന്യായമായ അവകാശങ്ങളുള്ള ഒരു പൗരസമൂഹം എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇതിനെ നിയമപരമായി നമുക്ക് ഈ കുറ്റക്കാർക്കെതിരെ നടപടിക്ക് പോകാൻ പറ്റാത്തത്? ഇവിടെ വിഷയം, അങ്ങനെയുള്ള നിയമ നടപടികൾ കൊണ്ട് സമൂഹത്തിൽ പെരുകുന്ന അക്രമവാസനയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് എവിടെങ്കിലും ചെയ്യാൻ വരുമ്പോഴാണ് ഇവിടെ ഒത്തുതീർപ്പിന്റെ രാഷ്ട്രീയക്കാർ ഇവിടെ മത സൗഹാർദ്ദം തകരുമെന്ന് പറഞ്ഞ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവർ ഒത്തുതീർപ്പിന് നിർബന്ധിക്കുകയും ചെയ്യും. കാരണം അവരുടെ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ടാണ്. ജോർജ്, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം ഭയക്കേണ്ട ഗൗരവമായ വിഷയം എന്ന് പറയുന്നത്. ഈ അധിനിവേശങ്ങൾ ഇവിടെ അവസാനിക്കുന്നതല്ല, ചെമ്പന്തൊട്ടിയിലെ ഒടുവിലെത്തതല്ല, നാളെ മറ്റൊരു സ്ഥലത്തായിരിക്കും. കാരണം നമ്മുടെ ഈ സമൂഹം നാൾക്ക് നാൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണത്തിലും അതിന്റെ സമുദായത്തിന്റെ കെട്ടുറുപ്പിലും. കണ്ണുകളിൽ ഭയമുള്ള ഒരു കൂട്ടം മനുഷ്യരെ ആർക്കും പേടിപ്പിക്കാൻ പറ്റുമെന്നാണ് ജോർജി കേരളത്തിലെ ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ടത്. കണ്ണുകളിൽ നിറയെ ഭയമാണ് ഈ മനുഷ്യർക്ക്. നമ്മൾ ഇന്ന് ഭയത്തിനടിമപ്പെട്ട ഒരു സമുദായമാണെങ്കിൽ നോക്കി നിൽക്കുന്നവനും വഴിയെ പോകുന്നവനും സകലവനും നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കും. ആ പേടിയിൽ നിന്ന് എന്ന് ഈ സമുദായം വെളിയിലേക്ക് വരുന്നോ അന്ന് നിവർന്ന് നട്ടലോടെ ഈ നാട്ടിന്റെ മണ്ണിന്റെ മക്കളെന്ന നിലയിൽ ജോർജി നമുക്ക് നിൽക്കാനും ജീവിക്കാനും പറ്റും.
അല്ലെങ്കിൽ ഭയം കൊണ്ട് കൂനിപ്പോയ ഒരു തലമുറയായിരിക്കും നമ്മളിവിടെ അവശേഷിപ്പിക്കുന്നത്. സകലവന്റെ ആട്ടുകേട്ടും അധിനിവേശങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയമായി നിൽക്കുന്ന ഒരു ഭീരുക്കളുടെ സമുദായത്തിന് വേണ്ടി നമ്മൾ അതിന്റെ ഭാഗമാകേണ്ടി വരികയാണ്. അതായിരിക്കും ഇവിടെ അവശേഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വേണ്ടത് നമുക്കൊരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ആക്രമിക്കാനും ആരെയും ഉപദ്രവിക്കാനും പോകുന്നവരല്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ നടത്തുന്നത് ഏത് ബോധപൂർവമായ ഒരു ശൈലിയാണോ, ഇത് ആരുടെയെങ്കിലും കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണോ, ഈ സമുദായത്തെ പേടിപ്പെടുത്തി ഭീതിപ്പെടുത്തി ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് ജോർജി നടന്നിട്ടുള്ളത്. ഇതൊരു ശൈലിയാണ്. ഇത് ഇറാഖിൽ നടന്ന ശൈലിയാണ്, സിറിയയിൽ നടന്ന ശൈലിയാണ്, നഗോർണോയിലും കാരബാക്കിലും നടന്ന ശൈലിയാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശൈലിയാണ്. പക്ഷെ ഇവിടെ കേരളത്തിലൊരു വ്യത്യാസം ഉണ്ട് വെച്ചാൽ ഇവിടെ ഭയപ്പെടുത്തുകയും ചെയ്യും, സൈഡിലൂടെ സമവായം അല്ലെങ്കിൽ ഒത്തുതീർപ്പുമായിട്ട് ചിലർ വരികയും ചെയ്യും. അത് പൂഞ്ഞാർ വിഷയത്തിലും പാലാപിതാവിന്റെ വിഷയത്തിലും ചെമ്പന്തൊട്ടി വിഷയത്തിലും വിഴിഞ്ഞത്തും മുനമ്പത്തും നാം കാണുന്ന ഒരു ട്രെൻഡാണത്. നമ്മൾ കൈപ്പാങ് ദൂരെ നിർത്തേണ്ടത്, ഞാൻ പറയും, ഈ സമവായക്കാരുടെ വരവിനെയും അവരുടെ ആളുകളെയാണെന്നുള്ളതാണ് ജോർജി എന്റെ അഭിപ്രായം. ഇത് ഇവരാണ് നമ്മളെ കെണിയിൽപ്പെടുത്തുന്നതും കുപ്പിയിലാക്കുന്നതും നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത വിധം ദുർബലരാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ സമവായക്കാരാണ്. വളരെ വ്യക്തമാണ് ആശാ. കാരണം ഇപ്പോൾ ഈ നാളുകളിൽ ക്രൈസ്തവ സമുദായം നേരിടുന്ന ആ ഒരു വിഷയങ്ങളെ കുറിച്ച്, ഒപ്പം തന്നെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അധിനിവേശ ശ്രമങ്ങളെക്കുറിച്ച്, അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോൾ സമവായവുമായി വരുന്നവരുടെ ഒരു പൊയ്മുഖത്തെക്കുറിച്ച് മൂർച്ചയുള്ള വാക്കുകളുമായി വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ആശയങ്ങളാണ് ഫാദർ ടോം ഒലിക്കരോട് പങ്കുവച്ചത്. മറ്റൊരു വിഷയത്തിലെ മറുപടിയുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.